കൃഷ്ണ കഴലീന കൈ തോഴുന്നേ കൃഷ്ണ. അപ്പോൾ കോളേജിൽ ഇടയ്ക്ക് മാത്രം പോകുന്നൊരു മഹാബലിയായിരുന്നു ഞാൻ. ആ സമയത്തൊക്കെ ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഈ പിള്ളേരുടെ കൂടെ ഞാനും കയറി പാടും. അപ്പൊ ലാസ്റ്റ് ഒരു ഇതില് മിസ് ചെയ്ത സ്റ്റുഡന്റ് ആൾക്കാര് പിള്ളേർക്കൊക്കെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പാട്ട് പാടുന്ന മിസ്സായണ്ടേ, സെലിബ്രിറ്റി മിസ്സാണല്ലോ. വിയൂർ സെൻട്രൽ ജയിലില് ജയിൽ പുള്ളികൾക്ക് വേണ്ടി പെർഫോം ചെയ്തിരുന്നു. നമ്മള് പോകുമ്പോ എൻ്റെ അടുത്ത് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് കയ്യൊക്കെ ഇട്ട് അവര് ടാറ്റ പറയില്ല. എന്നൊക്കെ അവിടുത്തെ വളരെ കൊടും ഭീകരരും എല്ലാരും ഉള്ള സ്ഥലമായിരുന്നു. രാമ കല്യാണ വൈഭോഗമേ. ഓക്കെ ചേച്ചി, അപ്പോൾ നമുക്ക് രസികയെന്ന് ചോദിച്ചു തുടങ്ങാം. അപ്പോൾ രസിക എന്ന് പറയുന്നത് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന മ്യൂസിക് മോജ എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാമിൽ രസിക എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ആക്ച്വലി രസികയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വളരെ ഒരു രസകരമായൊരു ബിഗിനിങ് ആയിരുന്നു. അതിന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, വളരെ ക്ലോസ് ഫ്രണ്ട്സായ ഒരു 5-6 പേര് കൂടി ഒരുമിച്ച് തുടങ്ങിയ, ഞങ്ങൾ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാട്ടുകളൊക്കെ ജാം ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ കൂടുതലും ഞങ്ങളെല്ലാവരും കർണാട്ടിക് മ്യൂസീഷ്യൻസാണ് ആ ഗ്യാങ്ങിലുള്ളവരൊക്കെ. ഇപ്പം എൻ്റെ കൂടെ പാടുന്നത് സുദീപ് പാലനാടാണ്. പുള്ളിക്കാരൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ അസാധ്യ സിംഗറാണ്. കഥകളിപ്പദം, സോപാന സംഗീതം, ഇതെല്ലാം ഞങ്ങളുടെ ബാൻഡിൽ ഹാൻഡിൽ ചെയ്യണത് സുദീപാണ്. ഞാൻ കർണാട്ടിക് മ്യൂസിക്, പുള്ളിക്കാരൻ കഥകളിപ്പദം, സംഗീത എന്താ പറയുക, സോപാന സംഗീതം, അതൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം മൃദംഗം വായിക്കുന്നത് നവീൻ മുല്ലമംഗലം, ഫ്ലൂട്ട് ശ്യാം ആടാട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഞങ്ങൾ എന്തെങ്കിലും കർണാട്ടിക് മ്യൂസിക് വെച്ച് തുടങ്ങും, പിന്നെ അത് സിനിമാ പാട്ടുകളിലേക്ക് പോവും, അല്ലെങ്കിൽ സിനിമാ പാട്ട് വെച്ച് തുടങ്ങും കർണാട്ടിക്കിലേക്ക് പോവും. അങ്ങനെ ഒരു അപ്പം ഞങ്ങൾ വിചാരിച്ചു വളരെ ഇത് കേട്ട് ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ ഇവിടെ കച്ചേരി കേട്ടിട്ട് കേൾക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇതിന് കുറേ ആൾക്കാരിത് വളരെയധികം ആസ്വദിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന് ഒരു വെസ്റ്റേൺ വോക്കൽസ് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ബാക്കിംഗ് കൊടുത്തൊരു വെസ്റ്റേൺ രീതിയിൽ കർണാട്ടിക് മ്യൂസിക്കിനെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. സാധാരണ നമ്മൾ കച്ചേരി പോലെ നടത്താണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയം വരുന്നതും. ഞങ്ങൾ ഇതേപോലെ തന്നെ മ്യൂസിക് മോജോൻ്റെ അന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ എനിക്ക് ആക്ച്വലി ഞാൻ മുമ്പ് സ്റ്റീഫൻ ഡേവിസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ അവരുടെ ബാൻഡിൽ വോക്കലിസ്റ്റ് ആയിരുന്നു ഒരു 10 വർഷത്തോളം കാലം. അപ്പോൾ അതിൽ കൂടെ എനിക്ക് ഈ മ്യൂസിക് മോജോൻ്റെ ആൾക്കാരെ എല്ലാവരെയും അറിയാം. അപ്പോൾ അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ലോട്ട് തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എല്ലാവരും ഈ ഫിലിം സോങ്സും ഇതൊക്കെയാണ് പിടിക്കണേ, എന്തുകൊണ്ട് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചുകൂടാ എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു ഫ്യൂഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായിരുന്നു ഞങ്ങളുടെ ഒരു എൻട്രി. ഞങ്ങൾ ആദ്യമായിട്ട് രസിക എന്നുള്ള ബാൻഡ് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് 2019 മ്യൂസിക് മോജോയിലാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ പ്രോഗ്രാംസിനും അതൊക്കെ ആയിട്ട് വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് ആൽബംസ് ഞങ്ങൾ ഇറക്കി. ഇനിയും കുറേ എണ്ണം റിലീസ് ആവാൻ നിൽക്കുന്നു. അതെ അതെ. ഓക്കെ, അപ്പോൾ മ്യൂസിക് മോജോയിൽ ഒരു ഹിറ്റായ സോങ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് തീർച്ചയായിട്ടും. മ്യൂസിക് മോജോയിലെ ഞങ്ങളുടെ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്ത് റീലാക്കുന്നതും ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം ഞാൻ എവിടെ പോയാലും ആൾക്കാരോട് ചോദിക്കുക, ഞങ്ങൾ ചിലപ്പോൾ ഫിലിം സോങ്സ് പാടാനുള്ള ഒരു വേദിയിലാവും പോകുന്നുണ്ടാവുക. അപ്പോഴും അവർ ചോദിക്കും ഞങ്ങളുടെ അടുത്ത് ഈ രസികശ്രീ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ഒരു ശ്രീ എന്ന് പറഞ്ഞ രാഗത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഒരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കഥകളിപ്പദമായ ഒരു എന്താ കരുണ ചെയ്യുവാനെന്തും അതിനോടൊപ്പം തന്നെ അജിതാഹരയും കൂടി ഫ്യൂസ് ചെയ്തിട്ട്, അജിതാഹരെ സുദീപ് പാടും, ഞാൻ കരുണ ചെയ്യുവാനെന്തും. അപ്പോൾ അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പാടാം. കരുണ ചെയ്വാനെന്തു താമസിച്ചീ
കൃഷ്ണ കരുണ ചേവാനിന്ദു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേൻ കൃഷ്ണ കരുണ ചേവാനന്ദു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേൻ കൃഷ്ണ. തീരുണ്ടായിരുന്നു ചേച്ചി പാടുന്നത്. കൊള്ളാം. ഇപ്പോ ഈ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന സംഗീതജ്ഞന്റെ കൂടെ ആയിരുന്നല്ലോ 10 വർഷമായിട്ട് ചേച്ചി പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മാന്ത്രിക വേല കൊണ്ട് എന്താ പറയുക, മാജിക് ഷോ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 10 വർഷം ഒപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം തന്നെയല്ല. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറയാമോ? 10 വർഷം എനിക്ക് വളരെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യം ഒരു റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സ്റ്റീഫൻ്റെ കൂടെ ഈ സോളിഡ് ബാൻഡിലേക്ക് വരുന്നത്, ബാക്ക് ഇൻ 2009. അപ്പോൾ അന്ന് ഞാൻ മാത്രമായിരുന്നു അതിൽ ഫീമെയിൽ വോക്കലിസ്റ്റ്. എൻ്റെ കൂടെ വേറൊരു സിംഗർ, ഞാൻ മാത്രം ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൽ സിംഗറും കൂടിയും വന്നു. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ ഒരു 6 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു, സോളിഡ് ബാൻഡ് എന്ന് പറയും. അതിൽ വായിക്കുന്നവരെല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഏറ്റവും ചെറിയ കുട്ടി ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ കുട്ടി സ്റ്റീഫനായിരുന്നു. ബാക്കി എല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയതുകൊണ്ട് ഞാൻ കുറേ ആർട്ടിസ്റ്റുകളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹരിഹരൻ, ഹരിചരൺ, ശങ്കർ മഹാദേവ്, നരേഷ് അയ്യർ, ബെന്നി ദയാൽ, മലയാളത്തിലെല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും, മോഹിനി ഡേ, ബേസ് ഗിറ്റാറിസ്റ്റ് മോഹിനി ഡേ, യെസ്. അങ്ങനെ എന്താ പറയുക, ഈ റഹ്മാൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ എനിക്ക് സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് സോളിഡ് ബാൻഡിൽ ഉണ്ടായിരുന്നപ്പോഴാണ്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഐ മീൻ എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് കുറേ മ്യൂസിഷ്യൻസിനെ കണ്ട് കുറേ പ്രോഗ്രാംസ്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കോളേജിൽ ഇടയ്ക്ക് മാത്രം പോകുന്നൊരു മഹാബലിയായിരുന്നു ഞാൻ. ഇടയ്ക്ക് പോയി അറ്റൻഡൻസിന് മാത്രം തല കാണിച്ചിട്ട് വരും, പിന്നെ ഫുൾ ടൈം പരിപാടികളാണ്. അപ്പോൾ അങ്ങനെ രസമായിരുന്നു. കോളേജും ജോലി സമയം എല്ലാം 10 വർഷം എന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആവുമല്ലോ. എൻ്റെ ജസ്റ്റ് 12th കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പം അങ്ങനെ ഒരു 10 വർഷം വളരെ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ 10 വർഷത്തിന്റെ ഗ്യാപ്പില് കുറെ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചേച്ചിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്? മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ഐ മീൻ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുകളാണ് ഞാൻ പറയുന്നത്. പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാരും എല്ലാം, ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയ പോയിട്ടപ്പോഴൊക്കെ, ഓസ്ട്രേലിയ, UK, ഇതെല്ലാം ഒരു ടൂർ പോലെയാണ് പോവുക. അതായത് നമ്മളൊരു 2 ആഴ്ച 1 മാസം അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ഷോസ് ഉണ്ടാവും. അപ്പം അങ്ങനെ മൊത്തം ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾസ് ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റിനൊന്നും സമയം കിട്ടില്ല. ഫുള്ളി പരിപാടിയായിട്ട് നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഇടയ്ക്ക് ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ റൗണ്ട് അടിക്കാൻ പോകും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. ഇതൊന്നല്ലാതെ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾ വിയൂർ സെൻട്രൽ ജയിലിൽ ജയിൽ പുള്ളികൾക്ക് വേണ്ടി പെർഫോം ചെയ്തിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആക്ച്വലി നമ്മളങ്ങനെ ഒരു നോർമൽ ഒരാൾക്ക് അവിടെ പോയി കാണാനും അവിടെ പോയി വിസിറ്റ് ചെയ്യാനോ അവിടുത്തെ ജയിൽ പുള്ളികളെ കാണാനോ അതിൻ്റെ ഉള്ളിലത്തെ അന്തരീക്ഷം എന്താണെന്നോ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരുടെ എന്തോ 50th ഇയറോ 25th പ്ലാറ്റിനമോ ഗോൾഡനോ എനിക്ക് ഓർമ്മയില്ല ഏതാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്ത് പെർഫോം ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക്
പേടിയാവും ആദ്യം പോകുമ്പോൾ. ഇവരൊക്കെ ഫുള്ള് ഇങ്ങനെ അഴിച്ച് ഐ മീൻ എല്ലാം ഫ്രീ ആയിട്ട് എല്ലാവരും നടക്കുകയാണ് ആ സമയത്ത്. അന്ന് അവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റൊരു ബെല്ലടിക്കും, അപ്പൊ ഇവരെല്ലാരും അതിൻ്റെ ഉള്ളിൽ കയറുന്നു, എന്നിട്ട് അവരുടെ കൗണ്ട് എടുക്കുന്നു, നമ്മുടെ അടുത്ത് വരുന്നു, നമ്മുടെ കൂടെ സ്റ്റേജിൽ നിന്ന് അവർ പാടി, കുറെ പേര് ഡാൻസ് കളിച്ചു. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. ഇവര് ചില ആൾക്കാര് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. ഐ മീൻ ചില ആൾക്കാരില്ലേ നമ്മളിങ്ങനെ ചിലപ്പോൾ അവരുടെ അതേ മക്കളുടെ പ്രായമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചു ഇവരെന്താ നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയാ, കുറെ നമുക്കൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരു നെഗറ്റീവ് എനർജിയും എല്ലാം ഉണ്ടാവും അവിടെ അന്ന്. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യൊക്കെ ഇട്ട് അവർ ടാറ്റ പറയില്ല. അന്നൊക്കെ അവിടുത്തെ വളരെ കൊടും ഭീകരരും എല്ലാവരും ഉള്ള സ്ഥലമായിരുന്നു. അവരെയൊക്കെ കൊണ്ടുവരും, സ്പെഷ്യൽ മറ്റേ പ്രൊട്ടക്ഷനിലൊക്കെ കുറെ പേരെയൊക്കെ കൊണ്ടുവരും. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ രാജ്യങ്ങൾ കാണാൻ പോകുമ്പോൾ ഓഫ്കോഴ്സ് അതൊക്കെ നമുക്ക് എല്ലാം പുതുതാണല്ലോ. പിന്നെ എനിക്ക് ആക്ച്വലി വേറൊരു നല്ലൊരു അനുഭവം, ഞാൻ ഇതേപോലെ ഖത്തറിലോ കുവൈറ്റിലോ എവിടെയെങ്ങാണ്ട് പാടാൻ പോയപ്പോൾ ഒരു അറബി ഒരാള് സിംഗർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് എനിക്കൊരു റിങ് തന്നു സ്റ്റേജിൽ കയറി വന്നിട്ട്. അത് ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ് ആയിരുന്നു. ഫുൾ അവര് അറബീന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവര് സ്റ്റേജിൽ കയറി വന്നിട്ട് ഒരു ഫുൾ സ്റ്റഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതാണല്ലോ അവരുടെ ഒരു പറയുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്നിട്ട് കുറെ പേര് പറഞ്ഞു ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് തിരിച്ചു വാങ്ങിക്കുന്നൊക്കെ. പക്ഷെ ഇല്ല, നല്ലായിരുന്നു, നല്ല. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അങ്ങനെയൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ അങ്ങനെ മനസ്സിൽ വരുന്നത്. പിന്നെ ഹരിഹരൻ സാറിന്റെ കൂടെ സ്റ്റേജില്, പിന്നെ ഹിന്ദിയിലെ ഷാൻ, പിന്നെ ശങ്കർ മഹാദേവ് സാറിന്റെ മകൻ, ഇവരെല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ചെറിഷ് ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ആണ്. ഇപ്പോ ചെറുപ്പത്തിലെ പാട്ട് പാടി ആരാണ് ഈ ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ച് ഒരു ആദ്യമായിട്ട് ഒരു ഗുരുക്കളുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തതെന്ന് പറയുന്ന? അത് എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ വീട്ടിൽ ആക്ച്വലി എല്ലാവരും പാടും. എല്ലാവർക്കും കുറച്ച് മ്യൂസിക്കിൽ കുറച്ച് ഫ്ലേവർ ഉള്ള ആൾക്കാരാണ്. ഒരു കുടുംബമാണ്. പാരമ്പര്യം എന്ന് പറയാൻ പറ്റില്ല, ആരും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ഇതിനോടൊരു താല്പര്യമുണ്ട്. എല്ലാവരും പാടും. എൻ്റെ ബ്രദർ നന്നായി പാടും, എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അച്ഛൻ, എല്ലാവരും പാടും, എൻ്റെ അങ്കിൾമാരെല്ലാവരും. അപ്പോൾ ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഐ മീൻ നമുക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത സമയത്ത് എൻ്റെ വീട്ടിലൊരു ടീച്ചർ വരുമായിരുന്നു. മിസ്സ് വരും, മിസ്സ് പാടിത്തരും, അത് ഞാൻ അങ്ങനെ തന്നെ പാടും. എഴുതിക്കഴിഞ്ഞാൽ വായിക്കാനൊന്നും അറിയില്ല. 3 വയസ്സ് മുതൽ ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു കച്ചേരി എന്ന് പറഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. എൻ്റെ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു 1.5-2 മണിക്കൂറിന്റെ ഒരു കച്ചേരി, ആദ്യമായിട്ടുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത്. അതെ, അരങ്ങേറ്റം കച്ചേരി. അരങ്ങേറ്റം അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് പാടുന്ന ഒരു കച്ചേരി ഞാൻ തന്നെ ഇരുന്ന് പാടുന്നത് ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമാണ്, പൂങ്കുന്നം ശിവക്ഷേത്രം. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ കച്ചേരി. അപ്പോൾ എൻ്റെ അമ്മയാണ് ആക്ച്വലി എനിക്ക് പാടാൻ കുറച്ച് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ ഒരു മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്. അതെ, ഓക്കെ. ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ അമൃത TV-യിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടോപ്പ് 5 കണ്ടസ്റ്റന്റിൽ ഒരാളായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതും ഇതേപോലെ ഞാൻ എൻ്റെ 12th പഠിക്കുമ്പോഴായിരുന്നു. 12th ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ. അത് ആക്ച്വലി ഞാൻ രജിസ്റ്റർ ചെയ്തതല്ല, എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മകള് രജിസ്റ്റർ ചെയ്തതാ എൻ്റെ പേര് വെച്ചിട്ട്. അപ്പൊ എനിക്കത് അറിയണ്ടായിരുന്നില്ല ഇതെന്താ. ഒരു ദിവസം എനിക്കിങ്ങനെ കോള് വന്നു, ഇങ്ങനെ ഓഡിഷൻ. ഞാൻ പറഞ്ഞു ഞാൻ ഓഡിഷന് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അല്ലല്ല, നിങ്ങളുടെ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രമ്യ അല്ലേ, രമ്യ വിനയകുമാർ. അതെ, അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ആരടാ എന്നോട് ചോദിക്കാണ്ട് എൻ്റെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്തതെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ മിസ്സ് പറഞ്ഞു, ഇല്ലേ അത് ശ്രുതി രമ്യയുടെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു, സരോവരം, അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഓഡിഷൻ. അമൃത TV സൂപ്പർ സ്റ്റാർ 2 ഫസ്റ്റ് ഓഡിഷൻ ക്ലിയർ ചെയ്തു, 2nd ഓഡിഷൻ ക്ലിയർ ചെയ്തു. അങ്ങനെ ഫൈനൽ 20ൽ വന്നു. പിന്നെ ഞങ്ങളുടെ അന്ന് ജഡ്ജസ് എന്ന് പറയുന്നത് അൽഫോൻസ് സർ, ദീപക് ദേവ്, M ജയചന്ദ്രൻ സർ. ഇതിനോടൊപ്പം ഞങ്ങൾക്ക് ഓർക്കസ്ട്ര, അതായത് കീബോർഡ് ചെയ്യേണ്ടായിരുന്നു സ്റ്റീഫൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ സ്റ്റീഫന്റെ ബാൻഡിലേക്ക് വന്നത്. അതെ, അതിനുശേഷം ഇവരൊക്കെ വളരെ ഒരു കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു.
അങ്ങനെ ഞാൻ ടോപ്പ് 5 വരെ എത്തിയിരുന്നു. അതിനുശേഷം ഞാൻ അൽഫോൻസ് സാറിൻ്റെ കൂടെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്, ലൈവ് ഷോസ് ചെയ്തിട്ടുണ്ട്. ദീപക് സാറിൻ്റെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ദീപക് ദേവിന്റെ തിലോത്തമ എന്ന് പറഞ്ഞൊരു മൂവിയിൽ. പാവാട പെണ്ണാണ് ആ പാട്ടാണോ? അതെ അതെ, നമുക്ക് വേണ്ടിയിട്ട് അതിലെ ക്ലബ് സോങ്. അതിന്റെ ലിറിക്സ് ഒന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. അതൊരു അങ്ങനെ അടിപൊളി പാട്ടാണ്. ഓഹോ തിലോത്തമ, ഓഹോ തിലോത്തമ, പാവാട പെണ്ണാളെ ഒരു നോട്ടം കാണാതെ എഴുതിരാദാഹം തീർക്കാൻ നേരമായി നീനാലേ നാനാനാനേ ഞാനോ നിന്നെ കണ്ടു ചെന്താമര, എന്നിൽ മിന്നും തിലോത്തമായി നിന്നെ കാണാൻ തിലോത്തമ, തിലോത്തമ നീവായോ. അങ്ങനെ എനിക്ക് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല, ഞാൻ കുറെ വർഷം മുമ്പ് പാടിയതാണ്. അതെ, ഇതൊരു ഇങ്ങനെ ഒരു അടിപൊളി സോങ് ഒക്കെ ഉണ്ട്. ഇതൊന്നും എവിടെയും പാടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐ എം സോറി, എനിക്ക് അതിന്റെ ലിറിക്സ് ഓർമ്മയില്ല. അതൊരു ഒരു ക്ലബ് സോങ് ആയിരുന്നു. രചന നാരായണൻകുട്ടിയായിരുന്നു അതിലത്തെ ഹീറോയിൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദീപക് സാറിന് വേണ്ടി പാടിയത് ഈ ഒരു സോങ് ആയിരുന്നു. അതെ, അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുമ്പോൾ? ഞാൻ ആദ്യമായിട്ട് പാടിയത് റേസ് എന്ന് പറഞ്ഞൊരു മൂവിയിലെ ഇതേപോലെ തന്നെ വിശ്വജിത്ത് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, വിശ്വജിത്തിന് വേണ്ടിയിട്ട് റേസിന്റെ ഒരു ടൈറ്റിൽ സോങ്, അതും ഇതേപോലെ ഒരു അടിപൊളി പാട്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം പാടിയത്. അതിനുശേഷം ഞാൻ വിശ്വജിത്തിൻ്റെ ഒരു കന്നഡ മൂവിയിൽ പാടിയായിരുന്നു. അതൊരു ഒരു ഒരു ബ്യാരി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിൽ. അത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. ഇങ്ങനത്തെ അടിപൊളി ടൈപ്പ് പോലെ ആയിരുന്നില്ല അത്. മോടമേ മോടമേ നീനു കേലവരുനേ ഒരു രംഗ്രബിൽ സാലെ കോത്ത് കാറ്റോ കയറേ ദൂരാ 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 മാനി പോയെങ്ങും മൂടമേ മൂടമേ നീനു കേലവരുനേ ഒരു നാൾ. ഇങ്ങനൊരു പാട്ടായിരുന്നു അത്. അത് അത് വേറൊരു ലാംഗ്വേജ്, ആക്ച്വലി കന്നഡയല്ല, അത് ബ്യാരി എന്ന് തന്നെ പറഞ്ഞൊരു ലാംഗ്വേജ്. അങ്ങനെ എന്തോ ഒരു നമ്മള് മലയാളീസ് കൂടുതൽ കേട്ടിട്ടുണ്ട്. ഇല്ല 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 ഇല്ല. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സോങ്സ്. അത് കഴിഞ്ഞ് ഞാൻ സുദീപിന് വേണ്ടി പാടി. പക്ഷെ അത് ആക്ച്വലി അതെന്തോ സാറ്റലൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും അത് അങ്ങനെ റിലീസായിട്ടില്ല. പിന്നെ ഞാൻ ബേണി ഇഗ്നേഷ്യസിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു കന്നഡയിലൊരു പാട്ട് പാടി. അതൊക്കെയാണ്. പിന്നെ ഞാൻ വരുൺ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടിയിട്ട് തമിഴിലൊരു സോങ് പാടിയായിരുന്നു. ഒരു ആര്യയുടെ ബ്രദറിൻ്റെ ഒരു ഡെബ്യൂ മൂവി, എട്ട് ദിക്കും മതയാനി എന്ന് പറഞ്ഞൊരു മൂവി. അങ്ങനെയൊക്കെ കുറച്ച് പാട്ടുകൾ. നമ്മളിനി രസികയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സുദീപ് ചേട്ടൻ്റെ കൂടെയാണ് കൂടുതലായിട്ടും കോംബോ സോങ്സ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പാടിയ ഒരു പാട്ടുണ്ട്, മാടുമേക്കും കണ്ടേ വേണം സൊന്നെ. ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടിയിട്ട് പാടാനായിട്ട്. ഷുവർ. അത് ആക്ച്വലി ഇതേപോലെ വളരെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും പാടാൻ പറയുന്ന ഒരു പാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരണം. അങ്ങനെയാണ്, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன், കച്ചീന പാല് തരേൻ കற்கண்ட ചീനി തരേൻ, കച്ചീന പാല് തരേൻ കற்கண்ட ചീനി തരേൻ, കൈ നിറയ വെണ്ണை തരേൻ, വെയിലിலே போக வேண்டாம் மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. അപ്പോൾ ചേച്ചി, സുദീപ് ചേട്ടനെ കുറിച്ചൊന്ന് പറയാമോ, രസിക ബാൻഡിലെ എല്ലാവരെയും കുറിച്ചിട്ട്? അതെ, സുദീപ് അൽനാട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സൂഫിയും സുജാതയിലെ, അതെ അതെ, അൽഹംദുലില്ലാ, കറക്റ്റ്.
അങ്ങനെ ഒരുപാട് മൂവീസ് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആണ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഞാൻ സുദീപിന് വേണ്ടി നെക്സ്റ്റ് പാടിയ ഒരു ലേറ്റസ്റ്റ് എൻ്റെ റിലീസിലുള്ള ഒരു മൂവിയാണ് ബി. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു മൂവിയായിരുന്നു. അതിൽ ഒരു പാട്ട് ആരോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ പാടിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. സുദീപ് ഒരു അസാധ്യ സിംഗറാണ്, മ്യൂസിക് ഡയറക്ടറാണ്, വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു 2009 മുതൽ അദ്ദേഹത്തെ അറിയാം. അങ്ങനെ ഞങ്ങൾ എനിക്ക് തന്നെ ഒരു ബ്രദർ പോലെ തന്നെയാണ് സുദീപ്. സുദീപാണ് ഞങ്ങളുടെ ബാൻഡിൽ ഇതേപോലെ തന്നെ മ്യൂസിക് അറേഞ്ച് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സുദീപാണ്. ഏതൊക്കെ തമ്മിൽ ഫ്യൂസ് ചെയ്യണം, ഏതൊക്കെ തമ്മിൽ ആണ് കോമ്പിനേഷൻസ് നന്നാവുക എന്നൊക്കെ ചെയ്യുന്നത് സുദീപാണ്, ഡിസൈഡിങ് ഫാക്ടർ. പിന്നെ ഫ്ലൂട്ടിൽ അതേപോലെ ശ്യാം ആടാട്ട്, തൃശ്ശൂരുകാരനാണ്, അസാധ്യ ഫ്ലോട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് അതേപോലെ എല്ലാവർക്കും അറിയണ്ടാവും, ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ വൈറലാണ്. ഫ്ലൂട്ട് അസാധ്യമായിട്ട് വായിക്കുന്നൊരു മ്യൂസീഷ്യനാണ്. പിന്നെ മൃദംഗത്തിൽ നവീൻ മുല്ലമംഗലം. നവീനേട്ടൻ പുള്ളിക്കാരൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെയാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ മൃദംഗത്തിലൊരു എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അസാധ്യ കഴിവുള്ളൊരു മനുഷ്യനാണ്. ഇതാണ് ഞങ്ങളുടെ കോർ ടീം എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ 4 പേരടങ്ങുന്നതാണ്. അതെ. അപ്പോൾ ഈ ഒരു ടീമിന്റെ പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് മൊമെന്റ്സ് എന്തൊക്കെയായിരിക്കും? പ്രാക്ടീസ് ഒക്കെ ഭയങ്കര ഫണ്ണാണ്. ഇതേപോലെ തന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ചെല്ലും, പക്ഷെ കൂടുതൽ സമയം ഞങ്ങളുടെ വർത്താനം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എന്താ, ഞങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു റിഹേഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതില്ല. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവരും ഒരു കോർഡിനേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പുതിയ പാട്ട് സ്റ്റേജിൽ പാടുകയാണെങ്കിലും ഞങ്ങൾ ഫുൾ ഇങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ എന്താ ഉദ്ദേശിക്കണേ, ഇവിടെ എന്ത് വായിക്കാനാണ് ഉദ്ദേശിക്കണേ, ആര് പാടണം എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊരു ടീം വർക്കാണ് ബേസിക്കലി. പക്ഷേ പ്രോഗ്രാമിന് മുമ്പ് ഞങ്ങളെപ്പോഴും ഒരു 1-2 സെഷൻസ് പ്രാക്ടീസിന് വെക്കാറുണ്ട്. പല പല പാട്ടുകൾ പാടും. ഇതേപോലെ തന്നെ ഫിലിം സോങ്ങിൽ നിന്ന് തുടങ്ങി കർണാട്ടിക്കിൽ അവസാനിക്കും, കർണാട്ടിക്കിൽ നിന്ന് തുടങ്ങി ഫിലിമിൽ അവസാനിക്കും. ചിലപ്പോൾ ഇതൊന്നും ഇപ്പോൾ അല്ലാതെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കഥകൾ പറയും, ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ മ്യൂസിക് എങ്ങനെയാണ്, ഇതിൻ്റെ രാഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പല ആൾക്കാരുടെയും ചിന്ത എന്താണ്, ഈ രാഗത്തിൻ്റെ ഈ എങ്ങനെയാണിത് വന്നിക്കണേത്, അങ്ങനെയൊക്കെ എന്താ പറയുക. നമുക്കങ്ങനെ ഇന്ന ടോപ്പിക്കൊന്നൊന്നുമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടേക്കോ അവസാനിക്കും. പക്ഷെ വളരെ ഫണ്ണായിട്ടുള്ളൊരു ടീമാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളിങ്ങനെ ഓരോ ഗിഗും വരണത് നോക്കിയിരിക്കും. ഒന്ന് വെച്ചാൽ ഒരു പെർഫോം ചെയ്യുമ്പോൾ ഒരു എനർജി ഈസ് വെരി ഡിഫറെൻറ്റ്. ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ടു എവറി വൺ ഓഫ് അസ്, ഇൻക്ലൂഡിങ് ദി ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളുടെ തുറന്ന് പറയും, നിങ്ങളുടെ പാട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ എന്നും രാത്രി ഉറങ്ങുക, എന്നും ലാസ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് എന്നൊക്കെയുള്ള കുറേ കമന്റ്സും കുറേ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരിക്കും. കുറേ പേര് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ ഒരു എയിം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കർണാട്ടിക് മ്യൂസിക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടീവ്. ഈ ഒരു ബാൻഡ് തുടങ്ങിയപ്പോൾ തന്നെ അത് ഞങ്ങൾ കുറേ ശതമാനം വരെ ഞങ്ങളത് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതെ, ഇപ്പോൾ ഈ ചേച്ചിയുടെ സരിക എന്ന് പറയുന്ന ബാൻഡിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടും എല്ലാവരും പാട്ടുകൾ റീമേക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും സിനിമ പാട്ടുകളായിരിക്കും എല്ലാവരും റീമേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കർണാട്ടിക് സ്റ്റൈൽ ക്ലാസിക് മ്യൂസിക് മാത്രമാണ് ചെയ്യുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണോ? തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് പൊതുവേ അത് ഭയങ്കര ബോറിംഗ് ആണ്, അത് നമുക്ക് പറ്റണ ഒരു ഇതല്ല എന്നുള്ളൊരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും, ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസും ഉണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും സിനിമാറ്റിക് ഡാൻസ്, ബിക്കോസ് അത് ആൾക്കാർക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ആരുടെയും തെറ്റല്ല, അവർക്ക് നമുക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഇത് കേൾക്കാത്ത ആൾക്കാരാണ്, ഇത് കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ശരത്തങ്ങൾ പറഞ്ഞ പോലെ കുറേ ഗമകം എന്നല്ലല്ലോ അവർ പറയാം, എന്താ കുറേ മൃഗാസും ഇതൊക്കെ ഉള്ളതാന്ന് പറയില്ലേ, കുറേ കോംപ്ലിക്കേഷൻസ്. പക്ഷെ മറ്റേത് കുറേ കൂടിയും മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതായതുകൊണ്ട് ആൾക്കാർ അതിനെ പ്രിഫർ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഇതായിരുന്നു, ഇങ്ങനെ കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്കത് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആൾക്കാർക്ക് അത് കുറേ കൂടി റീച്ച് ചെയ്യാൻ പറ്റും, കുറേ കൂടി മനസ്സിലാക്കാൻ പറ്റും, കുറേ കൂടി അത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അപ്രോച്ച് പിടിച്ചത്. ഫിലിം സോങ്സ് ആർക്കും പാടാം എന്ന് എല്ലാവരും, നമ്മളിപ്പോൾ യൂട്യൂബ് എന്ത് തുറന്നു നോക്കിയാലും സിനിമാ പാട്ടുകൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും അതിൻ്റെ ഫ്യൂഷൻ ചെയ്യും. പക്ഷെ കർണാട്ടിക്കിൻ്റെ ഫ്യൂഷൻ വളരെ കുറവായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബാൻഡിന് ഇത്രയും റീച്ചും. ആൾക്കാരത് നമ്മുടെ ബാൻഡിനെ രസിക എന്ന് പറയുമ്പോൾ ഓർക്കാൻ കാരണം അതാണ്. ബിക്കോസ് കുറച്ച് ഡിഫറെന്റ് ആണ് ബാക്കിയുള്ളതിനെക്കാട്ടിലും. ഇപ്പോൾ നമുക്കറിയാം സീതാ കല്യാണം എന്ന് പറയുന്ന ആ ഒരു കീർത്തനം, പൈതൃകം എന്ന മൂവിയിലാണ് ആ ഒരു പാട്ട് ആദ്യമായിട്ട് വന്നിട്ട് പ്രേക്ഷകർ അത് ഏറ്റെടുത്തത് നമുക്കറിയാം. ഇപ്പോൾ ആ പാട്ട് തന്നെയാണെങ്കിലും പല സിനിമകളിൽ പല റീമേക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോളോയിലായിക്കോട്ടെ, അതുപോലെ തന്നെ കുമാരിയിൽ അഖിൽ ചേച്ചി ചന്ദ്രചേട്ടനൊപ്പം തന്നെ അഖില ചേച്ചി കൂടി പാട്ട്, അത് നിങ്ങളും ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ, ആ ഒരു കീർത്തനം? സീതാ കല്യാണം എന്ന് പറയുന്നതൊരു ഞങ്ങള് ഇതേപോലെ തന്നെ കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടതായിരുന്നു, അവർക്ക് ഈ ഒരു പാട്ട് പാടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെഡ്ഡിങ്സിനൊക്കെ ഈ ബ്രൈഡ് വരുമ്പോൾ അതിനെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സീതാ കല്യാണത്തിന്റെ ഒരു റീമേക്ക് ചെയ്യാൻ പറ്റുമോന്ന് കുറെ പേര് ഞങ്ങളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വന്നൊരു ആശയമായിരുന്നു അത് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് ഇതേപോലെ തന്നെ കുറേ പേര് അത് വളരെയധികം ഏറ്റെടുത്തു. അതെ, കുറേ ഞങ്ങൾക്ക് കുറേ വ്യൂസ് വരാറുണ്ട്, അതിന് കുറേ ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ പോകുമ്പോൾ. വളരെ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഇതാണ് അത്. രണ്ടുപേരും നമുക്ക് തീർച്ചയായിട്ടും. പവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ഇപ്പോൾ B32 മുതൽ 44 വരെ എന്ന് പറയുന്ന സിനിമയിൽ ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചും ആ ഒരു പാട്ടിനെ കുറിച്ചും പറയാമോ? അത് ആക്ച്വലി ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സ്ത്രീകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും അതിലെ കഥാപാത്രങ്ങൾക്ക് എല്ലാം സ്ത്രീ കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെയധികം ഒരു സ്ത്രീ ഒരു ലേഡി തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ശ്രുതി ശാരണ്യം. സുദീപ് പാലനാടിൻ്റെ കസിനാണ് ശ്രുതി. അപ്പോൾ അങ്ങനെ ശ്രുതി ചേച്ചിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയണതാണ്. അപ്പോൾ ശ്രുതി ചേച്ചിയുടെ ഏത് മൂവി ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ അതിൽ പാട്ടും പാടും, ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബിയിലും ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ നായികയുടെ ടീച്ചറായിട്ട് ഞാൻ ആ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആക്ടിങ് ഒരു സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ സുദീപാണ് അതിൻ്റെ മ്യൂസിക്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ആക്ടിങ് ആണെങ്കിലും അതിൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ വേറെ ഒരു സിംഗറും കൂടി അതിനകത്ത് പാടിയിട്ടുണ്ട്. വേറെ ഒരു രമ്യ പറഞ്ഞിട്ടൊരു സിംഗർ, പുള്ളിക്കാരത്തി ആ മൂവീൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്ത ഒരു പാട്ടായിരുന്നു അത്. അതേപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കും വളരെ ഡിഫറെൻ്റ് ലിറിക്സും. അത് എനിക്ക് പാടുമ്പോൾ തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ലിറിക്സ് വായിക്കാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ആരോ കിണറാടും വഴിയിലെത്തി പിടിച്ചോളാരോ കണ്ണീരാമത്ത് പെയ്തോളാരോ ഞാനാത്ത് പെയ്തോ നീയോ ആരോ വെച്ചോളാരോ. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള വെന്നോകയായി കരാടും വീടും ധീരാതാപമായി തന്നാനേ തന്നാനേ നാനേനോ തന്നാനേ തന്നാനേ നാനേനോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ അധികം കേട്ട് വരാത്തൊരു സ്റ്റൈലാണ് ബ്ലൂസ്. കൂടുതൽ ബ്ലൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ്. ബ്ലൂസ് ജാസ് ബ്ലൂസ് അങ്ങനെയില്ല. അങ്ങനെ ബ്ലൂസ് എന്ന് പറഞ്ഞൊരു ജോണറിലുള്ളൊരു പാട്ടാണത്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ പാട്ടുകൾ കുറവാണ് ബേസിക്കലി. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു. ഇപ്പോൾ ചേച്ചി കച്ചേരി ചെയ്യുന്നുണ്ട്, പ്ലേബാക്ക് സിംഗറാണ്, ഒപ്പം തന്നെ സ്റ്റേജ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഏത് മേഖലയോടായിരിക്കും?
ഏറ്റവും കൂടുതൽ താല്പര്യം എനിക്ക് എപ്പോഴും ലൈവ് ചെയ്യുന്നതുകൊണ്ടാണ്. ബിക്കോസ് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. പിന്നെ കൂടുതൽ ഞാനൊരു റെക്കോർഡിംഗ് ആർട്ടിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഞാനൊരു ലൈവ് പെർഫോമറാണ്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2009 മുതൽ ഞാൻ ലൈവ് ഷോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ നമ്മൾ ആ പാടുമ്പോൾ ഈ ആൾക്കാരുടെ എനർജി കിട്ടുമ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു ഹൈ തരും. ചില ആൾക്കാർക്ക് ചില ഹൈ കിട്ടുന്ന ചില കാര്യങ്ങളില്ലേ, എനിക്ക് ഹൈ കിട്ടുന്നത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴാണ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, ഒരു ബ്രേക്കും ഇല്ല. തുടങ്ങി കഴിഞ്ഞാൽ 3 മണിക്കൂർ ചിൽ ചിൽ ചിൽ, അത് കഴിഞ്ഞൊരു 2-3 മണിക്കൂറൊക്കെ ഗ്യാപ്പ് കഴിയുമ്പോൾ നെക്സ്റ്റ് 3 hours. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എവിടെയായിരുന്നു, ഖത്തറിലാണോ കുവൈറ്റിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു നഴ്സസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിരുന്നു. ആദ്യത്തെ ഒരു 3 മണിക്കൂർ, ഒരു രാവിലെ ഒരു 11 മണി മുതൽ ഒരു 1 മണി വരെയോ അങ്ങനെ എന്തോ, അത് കഴിഞ്ഞ് 4 മണി വരെ ബ്രേക്ക്, അത് കഴിഞ്ഞ് 4 മണി മുതൽ 7 മണി വരെ 8 മണി വരെ എന്തോ, അങ്ങനെ 3 ദിവസം 2 ഷോ വെച്ചിട്ട്. ഐ മീൻ അത് എൻ്റെ കൂടെ ബാക്കി പാടിയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ സൗണ്ട് പോയി ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും. ഐ മീൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. അതും നമ്മുടെ ഫുള്ള് ഈ ലൈവൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മെലഡി ഒന്നും നമ്മൾ പാടില്ലല്ലോ, കൂടുതലും ഈ ഹൈ ഇമ്പാക്ട് എനർജി ഉള്ള സാധനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് സ്റ്റീഫൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സ്റ്റീഫൻ്റെ ബാൻഡിൻ്റെയും കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും പവറിൽ നമ്മൾ അവർ കൊടുക്കുന്ന പവർ എന്താണോ അതേ പവറിലോ അല്ലെങ്കിൽ അതിലും കൂടുതലോ പവറിൽ നമ്മൾ കൊടുത്താലേ അത് ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. സാധാരണ നമ്മളൊരു ആൾക്കാരുടെ കൂടെ പെർഫോം ചെയ്യണ പോലെയല്ല അങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ലൈവ് പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കോളേജിൽ ഞാൻ പഠിപ്പിക്കുമ്പോഴും, ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂർ ഞാൻ IS എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എറണാകുളത്ത് ഞാൻ ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെയൊക്കെ പിള്ളേരുടെ ബാൻഡ് പെർഫോം ചെയ്യും. ഇപ്പം നമുക്ക് കോളേജ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഈ പിള്ളേരുടെ കൂടെ ഞാനും കയറി പാടും. അപ്പൊ ലാസ്റ്റ് ഒരു ഇതില് മിസ് ചെയ്ത സ്റ്റുഡന്റ് ആൾക്കാര്, ബിക്കോസ് ഇവര് ചാടുന്നതിൻ്റെ ഒപ്പം ഞാനും ചാടും, ഞാനും തുള്ളിച്ചാടും, ഞാനും പാട്ട് പാടും. ലൈക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ ലൈവ് ഞാൻ ഇപ്പോഴും ഞാൻ ലൈവ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ അത് ഭയങ്കര ഒരു, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ റിയാലിറ്റി ഷോ കഴിയും തോറും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് കുറച്ചും കൂടി, അവർ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഫോക്കസ് അവരുടെ മേത്ത് വരും. നമ്മൾ സോഷ്യൽ മീഡിയയിലും എല്ലാം അത്രയും ആക്റ്റീവായിട്ട് നിന്നാലേ നമുക്കങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു ഷോസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയത് വരുന്ന ആൾക്കാർക്ക് ആ ഒരു സ്പേസ് പോകും. ബട്ട് ദാറ്റ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് അല്ലേ. എല്ലാവർക്കും ഒരു ടൈം പീരീഡ് വരെയാണ് അവർക്ക് ഏറ്റവും സ്റ്റാർഡത്തിൽ നിൽക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ പുതിയ പിള്ളേർ വരുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോകും. അത് എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ 2009 മുതൽ 2019 വരെ ആയിരുന്നല്ലോ സ്റ്റീഫൻ ദേവസി സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡ് ടൈമായിരുന്നു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ആ ഒരു മേഖല, ആ ഒരു സമയം കടന്നെടുക്കാനായിട്ട് കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ സ്റ്റേജ് പെർഫോമൻസും ഇങ്ങനെയൊന്നും ഇല്ലാതെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് കടന്നത്? അന്ന് സ്റ്റേജ് പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഓൺലൈനിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങള് കോവിഡ് ടൈമിൽ പെർഫോം ചെയ്തിരുന്ന ഒരാൾക്കാരായിരുന്നു അറിയോ, ജപ്പാനില് വേണ്ടിയിട്ട്, ജപ്പാനിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ജപ്പാനിലെ ഇന്ത്യൻ അസോസിയേഷൻ അവർക്ക് വേണ്ടിയിട്ട് ലൈവ് ഷോ. അതായത് നമ്മളൊരു സ്റ്റുഡിയോ റെന്റ് എടുക്കും, എന്നിട്ട് ആ സ്റ്റുഡിയോയിൽ നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യും. ഈ ലൈവായിട്ട് പെർഫോം ചെയ്യണത് അവർ ക്യാമറ വെച്ച് ഇതേപോലെ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്ത് അവർക്ക് ഇങ്ങനെ സൂം കോളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ. അതാലോചിച്ച് നോക്കൂ, അത്ര ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മളിവിടെ നിന്ന് അവർക്ക് പാടുന്ന പോലെ ക്യാമറയിൽ നോക്കി നമ്മളിങ്ങനെ പാടുന്നു, അപ്പുറത്തെ ക്യാമറേന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അത് കണ്ട് സാധാരണ ലൈവ് ഷോ ആസ്വദിക്കുന്ന പോലെ അവർ ആസ്വദിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും. അല്ല, കോവിഡ് ടൈമിൽ കുറെ ആൾക്കാരൊക്കെ പറയും പ്രോഗ്രാംസ് ഓഫ് കോഴ്സ് കുറവായിരിക്കും, അന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വരെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ആ സമയത്ത്. അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ജപ്പാനിലെ ഇന്ത്യൻ അസോസിയേഷന് വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ചേച്ചി. അപ്പോൾ ടീച്ചിങ്ങും പ്ലസ് കൂടെ ഈ പെർഫോമൻസ് ആയിട്ട് ഒരു സിംഗർ എന്ന നിലയിൽ രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകാനായിട്ട് ഒരു ട്രാക്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു ആ ടൈമിൽ? അതെന്താ പറയുക, ഞാൻ പണ്ട് മുതലേ ഈ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളാണ്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പ്രോഗ്രാംസും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോണോണ്ട് ഞാൻ പഠിപ്പും അതിൻ്റെ ഒപ്പം നടക്കും, അതിൻ്റെ ഒപ്പം തന്നെ പ്രോഗ്രാമും നടക്കും.
അപ്പം അങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്ത് പൊതുവേ എനിക്കൊരു മൾട്ടി ടാസ്കിങ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിപ്പിക്കുമ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇതേപോലെ ഞാൻ പറഞ്ഞു, ഞാൻ വല്ലപ്പോഴേക്കാണ് കോളേജിൽ പോകാറുള്ളൂ. പക്ഷേ എനിക്ക് അത്യാവശ്യം ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ സെമസ്റ്ററും ഫുൾ പാസ്സാവും, അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവും. അതുകൊണ്ട് ടീച്ചർമാർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നെ പ്രോഗ്രാമിനൊക്കെ വിടുമായിരുന്നു. ഞാൻ പഠിച്ചത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോളേജില്ല, സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ബിടെക്കും എംടെക്കും ചെയ്തത്. പക്ഷെ ആ സ്ട്രിക്ട്നെസ് എനിക്കത്ര ഫീൽ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് മാത്രം അപ്പം ഞാൻ പറയേ, നിങ്ങളൊക്കെ എന്താണ് കോളേജ് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഫീലൊന്നും ചെയ്തില്ല. പറയും നീ അതിന് വല്ലപ്പോഴോ കോളേജിലേക്ക് വരാറുള്ളൂ, അതുകൊണ്ടാണ് നിനക്കത് ഫീൽ ചെയ്യാൻ ചെയ്യുന്നത് പറയും. പക്ഷെ എന്നാലും അവിടെ എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യും. അച്ഛന്മാരുടെ കോളേജായിരുന്നു. അച്ഛൻ എൻ്റെ ബിടെക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ വേറെ എവിടെയും എംടെക്കിന് പോകണ്ട, ഇവിടെ തന്നെ വന്നാൽ മതി, ഇവിടെ തന്നെ എംടെക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 4-2-6 വർഷം ഞാൻ ഫുൾ സഹൃദയയിലായിരുന്നു. അപ്പോൾ അന്നും ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ എംടെക് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ജോലിക്ക് കയറിയതാണ്. അന്നും ഞാൻ പോവും, പിള്ളേരെ പഠിപ്പിക്കും. ഒരു ദിവസം പിള്ളേരെ പഠിപ്പിക്കും, നെക്സ്റ്റ് ദിവസം ഞാൻ ഏതെങ്കിലും രാജ്യത്ത് പെർഫോം ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ പിള്ളേര് പറയും, മിസ് എന്താണിത്, ഇന്നലെ മിസ്സിന്റെ അന്ന് ഇൻസ്റ്റാഗ്രാമൊന്നും അങ്ങനെയല്ല, ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ മിസ്സിന്റെ സ്റ്റേറ്റസ് ഓസ്ട്രേലിയന്നോ എവിടെ നിന്നോ കണ്ടാണല്ലോ കണ്ടത്, മിസ് എന്തെങ്ങനെ രാവിലെ ഇങ്ങോട്ട് ഇവിടെയുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ അവര് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2 ദിവസം നിന്ന് അവർ അടിച്ചു പൊളിക്കാനൊക്കെ പോവും. ഞാനത് ചെയ്യില്ല. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് അപ്പൊ തന്നെ തിരിച്ച് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചു വരും. എന്താ വെച്ചാൽ രണ്ടും കൂടി കൊണ്ടുപോയില്ലെങ്കിൽ അത് നമ്മളെ പിള്ളേരോട് ചെയ്യണതും ശരിയല്ല. നമ്മളൊരു ജോലിയിൽ കടന്നിട്ട് പിന്നെ അതിൽ നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ എത്തിക്കലാവാതെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതും എൻ്റെ നന്നായി പോയിട്ടുണ്ട്. ആ കരിയറും എൻ്റെ ടീച്ചിങ് കരിയറും വളരെ രസകരമായിട്ട് പിള്ളേർക്കൊക്കെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പാട്ട് പാടണ മിസ്സായണ്ടേ, സെലിബ്രിറ്റി മിസ്സാണല്ലോ. ഞാൻ സ്വയം പറയാ സെലിബ്രിറ്റി മിസ്. ഐ മീൻ പിള്ളേര് മിസ് പാട്ട് എന്ന് പറയുമ്പോൾ പാട്ട് പാടലും, ക്ലാസ്സിൽ എടുക്കുമ്പോൾ പാട്ട് പാടും, അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പാട്ട് പാടിപ്പിക്കും. അപ്പൊ അങ്ങനെ രസമായിരുന്നു കോളേജില്. പിന്നെ ഈ ചെറിയ പിള്ളേരുടെ കൂടെ അല്ലേ, അപ്പൊ രസമാണ്. അവരുടെ കൂടെ തോള് കൈയിട്ട് നടക്കണം മിസ്സായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ IT ഫീൽഡിലേക്ക് വന്നപ്പോ അവിടെയും ഞാൻ പഠിപ്പിച്ചു പോയ പിള്ളേരൊക്കെ എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവര് ലിഫ്റ്റ് കാണുമ്പോ, ഹേ മിസ് എന്താ എവിടെ, രസാണ്. വളരെ രസാണ്. ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണ് ചേച്ചിയുടെ? ഇനി ഞങ്ങൾക്ക് ആക്ച്വലി മ്യൂസിക് മോജോന്റെ ഒരു 2 പാട്ട് റിലീസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാൻഡിന്റെ കുറച്ച്, ഇപ്പൊ നിങ്ങൾ ഈ സീതാ കല്യാണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വേറൊരു 3 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും മാസങ്ങളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്തിരിക്കണോ റിലീസ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ. അപ്പോൾ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരിക്കും? എൻ്റെ ഫാമിലിയിൽ, എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും വളരെയധികം പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീഡമാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നീ എന്തിനാ IT ജോലിക്ക് പോണേ, ഡു വാട്ട് യു ലൈക്ക്. You like singing, no? Then why don't you concentrate your career on being a singer rather than just doing an IT job sitting in front of the computer? പക്ഷേ അതെന്തുകൊണ്ടോ ഞാൻ എംടെക് വരെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ മൈ സ്റ്റഡീസ് ആൻഡ് മൈ ബാച്ചിലേഴ്സ് ആൻഡ് മൈ മാസ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സൈഡ് വിട്ട് കളയണം എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ മ്യൂസിക്കൽ കരിയറും കൂടി കൊണ്ടുവന്നു. പക്ഷെ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ശ്രീപ്രിയ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് വേണം. അതെനിക്ക് അബണ്ടൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും എങ്ങനെയാണ് പ്രാക്ടീസിന് പോകാനാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലാതൊക്കെ നന്നായി ആണല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഇത്രയും വിലപിടിപ്പുള്ള സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ കിട്ടാനായിട്ട് സാധിക്കട്ടെ എന്ന് കേരളനാഥൻ ടീമും സ്റ്റോറി ബോർഡ് ടീമും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു ശ്രീപ്രിയ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
ഇനിയും ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക.